ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 26th ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. റിവിഷൻ ആണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ഒന്ന് കൺഫ്യൂസിങ് ആക്കും, ആൻസർ റോങ് ആക്കി അതിലെ എത്തിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മളെ റോങ്ങിലേക്ക് എത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പലർക്കും പല വ്യൂ പോയിന്റിൽ ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നോക്കാം അല്ലെ. എ സ്റ്റുഡന്റ് സേസ് 3640 is divisible by 8 because it is divisible by 4 and 2. ഒരു സ്റ്റുഡന്റ് പറഞ്ഞു എന്ത്, ഈ ഒരു നമ്പർ 3640 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 8 ആണ്. അതിനൊരൊറ്റ കാരണേ ഉള്ളൂ, അതെന്താണ്, ഡിവിസിബിൾ ബൈ 4 ആണ്. ഡിവിസിബിൾ ബൈ 4 മാത്രമല്ല 2 ആണ്. ഡിവിസിബിൾ ബൈ 4ഉം ഡിവിസിബിൾ ബൈ 2 ആയതുകൊണ്ടാണ് ആ നമ്പർ ഡിവിസിബിൾ ബൈ 8 ആയത് എന്ന് പറയണം. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4ഉം 2ഉം ആയതുകൊണ്ട് അത് ഡിവിസിബിൾ ബൈ 8 ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം ഈ ഒരു നമ്പർ വേണമെങ്കിൽ എന്തായി എന്ന് വരാം, ഡിവിസിബിൾ ബൈ 8 ആവാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, യെസ്, ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്ന് കൊടുക്കാം. പക്ഷെ എല്ലായ്പ്പോഴും അത് കറക്റ്റ് ആവണുണ്ടോ? ഓൾവേസ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഇൻ ദിസ് ടൈം ഓക്കെ കറക്റ്റ് ആണ്, പക്ഷെ എപ്പോഴും ഓൾവേസ് കറക്റ്റ് ആവണുണ്ടോ? ഇല്ല. കറക്റ്റ് ഈ ഒരു സിറ്റുവേഷനിൽ ഇത് കറക്റ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ലോജിക്കായിട്ട് നോക്കുമ്പോൾ ഇത് ശരിക്കും യെസ് അല്ല കേട്ടോ. ശരിക്കും ഇതിനെ നമ്മൾ നോ എന്ന് എഴുതുന്നതാണ് കറക്റ്റ് കേട്ടോ. യെസ് എന്ന് നമുക്ക് എഴുതാം, ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമാണത് കറക്റ്റ്. നമ്മൾ മാത്തമാറ്റിക്കലി തിങ്ക് ചെയ്യുമ്പോൾ റൂൾസ് ഒക്കെ മനസ്സിലാക്കി ചെറിയ പ്രായത്തിലല്ലാതെ കുറച്ചും കൂടി ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുറച്ചും കൂടി മാത്തമാറ്റിക്സിന് ഇഷ്ടപ്പെട്ട് എല്ലാ നമ്പേഴ്സിലും ഇത് പോസിബിൾ ആവോ എന്ന ലെവലിലേക്ക് തിങ്ക് ചെയ്ത് ഹയർ ലെവലിലേക്ക് തിങ്ക് ചെയ്യുന്ന ഒരു കുട്ടി എന്ത് എഴുതണം, യെസ് എന്നല്ല നോ എഴുതണം കേട്ടോ. നമ്മൾ യെസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് എഴുതണം, ദിസ് കേസ് ഈസ് നോട്ട് പോസിബിൾ ടു ഓൾ നമ്പേഴ്സ് എന്ന് എഴുതണം. ഇനി സാർ എന്തുകൊണ്ടാണ് ഇവിടെ നോ എഴുതിയത്? കുറെ കുട്ടികൾ യെസ് എഴുതിയിട്ടുണ്ടാവും. ഇൻ കേസ് ആ യെസ് ചിലപ്പോ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും, കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യണ്ടാവും. ഈ ഒരു കേസിൽ മാത്രമാണ് അതെല്ലാത്തിലും പോസിബിൾ ആണോ വെച്ചല്ല. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഷനിലേക്ക് എത്താം. ഓക്കെ, അപ്പോ അത്രയേ ഉള്ളൂ. ഇനി അതിന്റെ റീസൺ എന്താ? 12 ഒരു നമ്പർ അല്ലേ? 12 ഒരു നമ്പർ ആണ് അല്ലെ? 12 ഡിവിസിബിൾ ബൈ 4 ആണ്. എന്താ ആൻസർ വരിക? 3 വരും. ഇനി 12 തന്നെ ഡിവിസിബിൾ ബൈ 2 ആണ്. ആൻസർ എന്താ വരിക? 6 ആണ്. അതിനർത്ഥം 12 എന്തല്ല, ഡിവിസിബിൾ ബൈ 8 അല്ല. അങ്ങനെ ഡിവിസിബിൾ ബൈ 8 അല്ല എന്ന് പറയാൻ കാരണം എന്താ, അവിടെ നമുക്ക് എന്ത് കിട്ടില്ല, ഹോൾ നമ്പർ കിട്ടില്ല. ഹോൾ നമ്പർ കിട്ടുന്നില്ല. ഹോൾ നമ്പർ കിട്ടോ? ഇല്ല. ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു ഹോൾ നമ്പർ. ഹോൾ നമ്പർ എന്താണെന്ന് നമുക്കറിയാം, 0, 1, 2, 3. സച്ച് ടൈപ്പ് ഓഫ് നമ്പർ ഈസ് കോൾഡ് ഹോൾ നമ്പർ അല്ലെ? ഹോൾ നമ്പർ ആണ് എന്ന് നമുക്ക് പറയാറുണ്ട്. ഓക്കെ ആയോ? സെറ്റ് ആയോ? അപ്പൊ ഒറ്റ റീസണേ ഉള്ളൂ നോ എന്ന് പറയാൻ. 12 യു ജസ്റ്റ് കൺസിഡർ അനദർ നമ്പർ 12 is not possible to in this condition. ഓക്കെ ആയോ? ഈ സ്റ്റേറ്റ്മെന്റ് 12 ഓക്കെ ആവണില്ല എന്നുള്ളത് തന്നെയാണ് റീസൺ. അപ്പൊ നോ എന്ന് എഴുതുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന കുട്ടികൾ നോ തന്നെ എഴുതണം. ഓക്കെ ആയോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഇച്ചിരി പ്രയാസമായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. മോസ്റ്റ് ഓഫ് സ്റ്റുഡൻസും യെസ് എഴുതാൻ സാധ്യതയുണ്ട്, പക്ഷെ ശരിക്കും നോ എഴുതുന്നതാണ് കറക്റ്റ്, റൂൾ പ്രകാരം മാത്രം. ഈ ഒരു കേസ് ഓക്കെ ആണ്. ഈ ഒരു കേസിൽ എന്താണ്, 4 ഡിവിസിബിൾ ആണ്, 2 ഡിവിസിബിൾ ആണ്, 8 ഡിവിസിബിൾ ആവുന്നുണ്ടെങ്കിൽ പോലും അത് ഫ്യൂച്ചറിനെ നോക്കിയിട്ട് വേണം ശരിക്കും ഒരു മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് ആൻസർ ചെയ്യാം. ഓക്കെ,
ഇൻ ദിസ് സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ എടുത്ത് ചോദിച്ചാൽ യെസ് എന്ന് എഴുതാം കേട്ടോ. ഓക്കെ ആണോ? ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലല്ലോ? നോ. റീസൺ എന്നുള്ളത് ഇതിലില്ല കേട്ടോ, റീസൺ ഇല്ല. ഇനി ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 3640 is divisible by 8. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 4 ഡിവിസിബിൾ ആണ്, 2 ഡിവിസിബിൾ ആണ്, 8 ഡിവിസിബിൾ ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഒരു കേസിൽ ഓക്കെ ആവുന്നുണ്ട്. കാരണം എന്താ, 40 കൺസിഡർ ചെയ്യുക. ലാസ്റ്റ് 2 ഡിജിറ്റ് അല്ലേ, നമ്മൾ 400 ഡിവിസിബിളിന്റെ റൂൾ പ്രകാരം ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുമ്പോൾ 40 ആണ്. 40 ഈസ് ഡിവിസിബിൾ ബൈ 4 ആണ്. ഇനി 2ന്റെ ഡിവിസിബിൾ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ലാസ്റ്റ് 1 ഡിജിറ്റ് എടുക്കും, അത് വെച്ചിട്ട് നോക്കുമ്പോൾ അത് ഡിവിസിബിൾ ബൈ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്, അത് ഡിവിസിബിൾ ബൈ 2 ആയിട്ട് കിട്ടും. ഇനി 8 നോക്കുമ്പോ 8 3 ഡിജിറ്റ് അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യാറ്. അപ്പൊ 3 ഡിജിറ്റ് 640 ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അതും ഓക്കെയാണ് മക്കളെ, അതും കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത് ഡിവിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ റിമൈൻഡർ എന്തേ വരുള്ളൂ? 0 അല്ലെ. റിമൈൻഡർ ഈസ് 0. അപ്പൊ യെസ് എന്ന് എഴുതിയവരൊക്കെ മാറ്റി എഴുതിക്കോളൂ. നോ ആണ് കറക്റ്റ്. റൂൾ പ്രകാരം യെസ് ആവില്ല. ഇൻ ദിസ് കേസ്, ഈ ഒരു കേസിൽ യെസ് ആയി വെച്ചിട്ട് എല്ലാ കേസിലും അത് യെസ് അല്ല. അവ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് എന്നുള്ളത് തന്നെ നമ്മൾ കറക്റ്റ് ആ ലെവലിലേക്ക് എത്തണം. ഓക്കെ, മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 27th question is a very simple question. Find the smallest number which should be added to 2356 to make it divisible by 10. നമുക്ക് ഡിവിസിബിൾ ബൈ 10ന്റെ കണ്ടീഷൻ അറിയുമെങ്കിൽ ഈ ആൻസർ ചെയ്യാനായിട്ട് ഒരു പാടുമില്ല. ഓക്കെ, ഡിവിസിബിൾ ബൈ 10ന്റെ റൂള് നമുക്ക്, ആ ഒരു ഡിവിസിബിലിറ്റി റൂള് നമുക്ക് അറിയുന്ന ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിക്ക് എത്താൻ ഒരു പണിയില്ല. ഏതോ ഒരു നമ്പർ, എന്താണ് ക്വസ്റ്റ്യൻ? ഏതോ ഒരു സ്മോളസ്റ്റ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ എന്തായിട്ട് മാറും? ഡിവിസിബിൾ ബൈ 10 ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 3, 6, 0 ആവും അല്ലെ. 56 ആണ്. 56 എന്ന് പറയുമ്പോ ഇത് 56 ആണ്. 56 ഡിവിസിബിൾ ബൈ 10 ആണോ? അല്ല. ഇവിടെ എൻഡിൽ ആര് വരണമായിരുന്നു? 0. ഇവിടെ ആഡ് ചെയ്യുന്ന നമ്പറിന്റെ കേസാ പറഞ്ഞേ അല്ലെ, മൈനസ് ചെയ്യാനൊന്നും അല്ല പറഞ്ഞേ. ഏത് നമ്പർ ആഡ് ചെയ്യണം? ആഡ് ചെയ്യുമ്പോഴാണ് ഡിവിസിബിൾ ബൈ 10 ആവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6ന്റെ പ്ലേസിൽ ആര് വരണം? 0 വരണം. അപ്പൊ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് 0 വരിക? 4 അല്ലെ. 4 ആഡ് ചെയ്യുമ്പോഴല്ലേ 6 + 4 എന്താ? 6 + 4 എന്താ? 6 + 4 ഇപ്പൊ എന്താ സംശയം? 6 + 4 is 10. Then remainder 1. Then 6, 3, 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ആൻസർ കിട്ടും. അപ്പൊ ഏതാണ് ആ സ്മോളസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്തേ ഉള്ളൂ? 4 ആണ്. ഞാൻ എന്താ നമ്പർ ആഡ് ചെയ്തത്? 4. സിമ്പിൾ ആയോ? യെസ്. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സ്മോളസ്റ്റ് നമ്പർ ടു മേക്ക് ഡിവിസിബിൾ ബൈ 100. നിങ്ങൾ സുഖമായിട്ട് 10ന്റെ ഒക്കെ ഡിവിസിബിൾ ആയിട്ട് 10ന്റെ ഡിവിസിബിളിലേക്ക് എത്തിച്ചു. പക്ഷെ എനിക്ക് വേണ്ടത് 100ന്റെ ആണെങ്കിലോ, 100ന്റെ ഡിവിസിബിൾ ബൈ 100 ആവുന്ന കേസ് ആണെങ്കിലോ എന്ത് ചെയ്യും? ഒന്നുമില്ല, സിമ്പിൾ ആണ്. അപ്പൊ ആ നമ്പർ എഴുതുക. ആ നമ്പറിന്റെ ഇമാജിൻ ചെയ്യാം. ഈ ഒരു 100 ആവണമെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താവണം? 0 ആവണം അല്ലെ. അപ്പൊ ഈ 5ഉം 6ഉം ഉള്ളിടത്ത് എന്ത് വരണമായിരുന്നു? 0 വരണം. ഇനിയിപ്പോ അത് മാറ്റിയിട്ട് നമുക്ക് അത് റബ്ബ് ചെയ്തിട്ട് അതിന് പകരം 0 എഴുതിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ മൈനസ് ചെയ്യുകയാണെങ്കിൽ 56 മൈനസ് ചെയ്തിട്ട് 0 ആക്കാം. പക്ഷെ മൈനസ് ചെയ്യേണ്ട കേസ് അല്ലല്ലോ, പ്ലസ് ചെയ്യേണ്ടതല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എൻഡിൽ 0 വരണമെങ്കിൽ എന്താ ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യണം. അപ്പൊ അത് 10 ആവേ. അപ്പൊ ഒരു 0 വന്നു. ദെൻ 6 വരെ എത്തിച്ചിട്ടുണ്ട്. എനിക്ക് വീണ്ടും 0 വരണം. 6ന്റെ അപ്പൊ എത്ര ആഡ് ചെയ്യും? പ്ലസ് 0 വരിക 4. അപ്പൊ വീണ്ടും എന്ത് വരും? 0 വരും. പിന്നെ ഉള്ളതിന് എന്ത് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് 4 കിട്ടുന്നുണ്ട്, 2 കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് വന്നാലും നമുക്ക് എന്തല്ല, ഒരു പ്രോബ്ലം ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അവർ ആൻസർ ഈസ് 44. അപ്പൊ ഈ ഒരു നമ്പറിന്റെ കൂടെ 44 ആഡ് ചെയ്യുമ്പോഴാണ് 100ന്റെ അല്ലെങ്കിൽ 100ന്റെ ഡിവിസിബിൾ ആവുന്നത്. ഓക്കെ ആയോ? ഒന്നുമില്ല, സിമ്പിളാ. ഇവിടെ 4ന്റെ കൂടെ 6ന്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 0 വരും. ദെൻ 1 ഇട്ടു, 6 വന്നു. വീണ്ടും 6ന്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോഴാണ് വീണ്ടും 0 കിട്ടുക, അല്ലെങ്കിൽ 10 വരിക 0. പിന്നെ റിമൈനിങ് 1 4 ആയി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ
നമ്മളൊരു സപ്പോസ് വേണം ഏത് നമ്പർ ആഡ് ചെയ്യുന്നു, ഞാൻ എന്താ ചെയ്തത്, 0 ആക്കുന്ന രീതിയിലാണ് മാറ്റുക ചെയ്തത്. 2 0 എങ്ങനെയായിട്ട് എത്താം അത്രേ തിങ്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ തന്നെ തിങ്ക് ചെയ്തിട്ട് ആൻസർക്ക് എത്തിയാൽ മതി കേട്ടോ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താണ് ഇതിന്റെ ഡിഫറൻസ്? ആദ്യത്തേല് ഫോർ 10 ആയിരുന്നെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്താവും? 0. ഫോർ 100 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 0. ഓക്കെ, അപ്പോ 10 ആണെങ്കിൽ ലാസ്റ്റ് 0 0, ലാസ്റ്റ് ഡിജിറ്റ് 0, ലാസ്റ്റ് 0 0 അല്ല, ലാസ്റ്റ് ഡിജിറ്റ് 0. 100 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 0 0 0 വരും അല്ലെ. ഇത്രയേ ഉള്ളൂ. കണ്ടീഷൻ ഓക്കെ ആയി വിചാരിക്കുന്നു. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡിഫറൻസും പഠിച്ചു. ഇനി നോക്കിയേ, ഇനി എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് എ ഗ്രേറ്റർ അല്ലെ, ഗ്രേറ്റസ്റ്റ് നമ്പർ. ഇതിൽ ഏത് സോൾവ് ചെയ്യുമ്പോഴാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ കിട്ടുക? ഒരു റൂൾ അറിയുന്ന ഒരു കുട്ടിക്ക് ഇതിന്റെ ആൻസർക്ക് എത്താൻ ഭയങ്കര ഈസിയാണ്. ഓക്കെ, അപ്പൊ ആദ്യം ആലോചിക്കുക, ഇവിടെ എന്തൊക്കെ നമ്പേഴ്സ് ആണുള്ളത്? 8 ഉണ്ട്, 4 ഉണ്ട്. ഇതിലേതാ വലുത്? വിച്ച് വൺ ഈസ് ബിഗർ വൺ? 8 അല്ലെ. 8 അല്ലേ വലുത് 4-നേക്കാൾ കമ്പയർ ടു 4. അപ്പോ 8 എന്ന് പറയുമ്പോ എങ്ങനെയാ വരുന്നേ? 8 എന്ന് പറഞ്ഞാൽ 8ല് ഈ 4 എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടോ? 8ല് 4 ഫാക്ടർ ആവുന്നുണ്ടോ? നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? ഫാക്ടർ മൾട്ടിപ്പിൾസ് ആണോ ഫാക്ടേഴ്സ് ആണോ എന്നൊക്കെ ഇങ്ങനെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്, 11th ചാപ്റ്റർ അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ഫാക്ടർ പഠിച്ചതാണ്. അത് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 8 ഫാക്ടർ ആണോ? ആണ്. കാരണം 4 × 2 എഴുതാൻ പറ്റും. അപ്പൊ 8 അല്ല, 4 ഫാക്ടർ ആണ് 8ന്റെ. 4 ഈസ് എ ഫാക്ടർ ഓഫ് 8 അല്ലെ. അപ്പൊ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ഈ ഒരു നമ്പറിനെ ആദ്യം 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ഇനി എന്തുകൂടി ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു റിസൾട്ട് കിട്ടുക എന്നൊന്നും പറയാം. 8 എന്ന് പറഞ്ഞാൽ 4 × 2 ആണ്. അപ്പൊ നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ വരുമ്പോ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു പറഞ്ഞ ഗിവൺ നമ്പറിനെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് 2 വെച്ചിട്ടും കൂടി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറും 8 വെച്ചിട്ട് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പറും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറും ഡയറക്റ്റ് 8 വെച്ചിട്ട് ഒരു കാണിച്ചു തരാം, എന്നൊന്നും പറയാം. ഒന്നും കൂടി സെറ്റാക്കി തരാം. ആദ്യം 3 6 4 8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 × 2 ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ 4 വെച്ചിട്ട് ആദ്യം ഡിവൈഡ് ചെയ്തു ആ നമ്പറിനെ, പിന്നെ 2 വെച്ചിട്ടും കൂടി ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ ഒരു നമ്പർ ഇപ്പോൾ ഒരു ആൻസർ കിട്ടുന്നുണ്ടാവും അല്ലെ. ആ ആൻസറും 3 6 4 8 ഡയറക്റ്റ് 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറും സെയിം ആണ്. പഠിച്ചിട്ടുണ്ട് നമ്മള് അല്ലെ. അപ്പൊ അതിൽ നിന്നും ഉറപ്പിച്ചു ഏതായിരിക്കും ബിഗർ? യെസ്, ഏതാണ് ബിഗർ? സെക്കൻഡ് ആണ് ബിഗർ ആയിട്ട് വരിക. കാരണം ഇവിടെ ഞാൻ 4 മാത്രമേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ആകുമ്പോ 4 ഡിവൈഡ് ചെയ്തു, ഒരു 2 കൂടി എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തെടുത്തു. ഒരു 2 ടൈംസ് ഒരു 2 വെച്ചിട്ട് കൂടി ഡിവൈഡ് ചെയ്തു. ഇവിടെ 4 മാത്രമേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. 4 പീസസ് ആക്കി അല്ലെങ്കിൽ 4 പാർട്സ് ആക്കിയിട്ടുള്ളൂ. ഇവിടെ ഞാൻ 4 മാത്രമല്ല 2 കൂടി എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 പാർട്സും കൂടി ആക്കി, 2 ഈക്വൽ പീസസ് കൂടി അല്ലെങ്കിൽ 2 പാർട്സും കൂടി ആക്കിയിട്ടുണ്ട്. ഓക്കെ, 2 പേർക്കും കൂടി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ 4 പേർക്കേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഞാൻ 4 ഡിവൈഡ് ചെയ്തു, 2 പേർക്കും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഏതായിരിക്കും ബിഗർ? ഒരു ഡൗട്ടും ഇല്ല, ഇതാണ്. അപ്പൊ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഏതായിരുന്നു? ഫാക്ടേഴ്സിന്റെ കോൺസെപ്റ്റ് ആണ്. ഇനി അത് അപ്ലൈ ചെയ്യാതെ ആൻസർക്ക് എത്താട്ടോ. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡിവൈഡ് ചെയ്തിട്ട് ഏതാണ് ബിഗർ, ഏതാണ് ബിഗർ അല്ലാത്തത്
എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്താലും ആൻസറിലേക്ക് എത്താം. ഇനി വിച്ച് ഗീവ്സ് എ ഗ്രേറ്റർ റിമൈൻഡർ, ഏതിനാണ് ഗ്രേറ്റർ റിമൈൻഡർ വരിക? ഏതിനാ വരിക? സിമ്പിൾ ആയിട്ട് 8 അല്ലേ ചെയ്യാനുള്ളത്. അപ്പൊ 8ന്റെ റൂള്, ഡിവിസിബിലിറ്റി റൂള് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ പ്രകാരം ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം എടുത്താൽ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ഇവിടെ നോക്കുമ്പോൾ 3 ഡിജിറ്റ് ഒരുമിച്ച് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് കഷ്ടപ്പെടേണ്ട. ആദ്യത്തെ 2 ഡിജിറ്റ് എടുക്കുക. 64 എപ്പോഴാണ് കിട്ടുക? 8 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ്? 8 ചെയ്യുമ്പോഴാണ്. പിന്നെ ഒരു നമ്പർ കൂടി ഉണ്ട്. ആ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ കിട്ടിയ ആൻസർ എന്താ? 64ഉം ഒരു 0യും അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. ഇനി മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 കിട്ടും. അപ്പൊ 8 എപ്പോഴാണ് കിട്ടുക? 1 ടൈംസ് ചെയ്യുമ്പോൾ അല്ലെ, 1 ടൈംസ് 8 ചെയ്യുമ്പോഴാണ് 8 കിട്ടുക. അവർ ആൻസർ ഈസ് 0. റിമൈൻഡർ ഈസ് 0. അവർ ആൻസർ ഈസ് 81. റിമൈൻഡർ എന്താ? 0 ആണ് കിട്ടിയത്. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ. 48. ഓക്കെ, സെക്കൻഡ് നമ്പർ നോക്കിയാൽ സെക്കൻഡ് നമ്പറിൽ 48 ആണ് അല്ലെ. 48 4ന്റെ ടേബിളിൽ ഉണ്ടോ എന്ന് അറിയാൻ 40 + 8 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താൽ മതി 48നെ അല്ലെ. 48 = 40 + 8 അല്ലെ. 40 ഡിവിസിബിൾ ബൈ 4 ആണ്, 8ഉം ഡിവിസിബിൾ ബൈ 4 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി 2 ഡിവിസിബിൾ ബൈ 4 വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ 2ഉം ഡിവിസിബിൾ ബൈ 4 ആയതുകൊണ്ട് ഉറപ്പായിട്ടും അതിന്റെ റിമൈൻഡർ എന്തേ വരുള്ളൂ? റിമൈൻഡർ ഈസ് 0. സോ ഇവിടെ നമുക്ക് ഗ്രേറ്റർ റിമൈൻഡർ ഇല്ല. ബോത്ത് റിമൈൻഡർ സെയിം എഴുതിയാൽ മതി. സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ബോത്ത് റിമൈൻഡർ സെയിം, ബോത്ത് റിമൈൻഡേഴ്സ് ആർ സെയിം. എന്താ വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ സിമ്പിൾ ആയിട്ട് എഴുതാം, നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാം കേട്ടോ. ബോത്ത് റിമൈൻഡർ സെയിം എന്ന് എഴുതിയാലും മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ബിഗ് വൺ ഇല്ല. ഇനി അടുത്തത് റൈറ്റ് ദി ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 5 ബട്ട് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 0. ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം, അത് ഡിവിസിബിൾ ബൈ 5 ആയിരിക്കണം. ഇതിന് ഞാനൊരു ട്രിക്ക് പറഞ്ഞതാണ് ഓൾറെഡി. ലാർജസ്റ്റ് 4 ഡിജിറ്റ് എഴുതുക, എന്നിട്ട് അതിനെ എന്താക്കുക? 5ന്റെ ഡിവിസിബിൾ ആക്കുക. അപ്പൊ 9 ഡിവിസിബിൾ ബൈ 10 എന്ത് വേട്ടെ, ഡിവിസിബിൾ ബൈ 5 ആക്കുക. അപ്പൊ അത് 5 അല്ലെങ്കിൽ എന്ത് വരും? 99990 വരും. ഓക്കെ, ഇനി ഇത് നോട്ടല്ലേ ചോദിച്ചേക്കണേ. അപ്പൊ നോട്ട് വരുമ്പോ ആൻസർ എന്താ വരിക? ഡിവിസിബിൾ ബൈ 10 ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവർ ആൻസർ ഈസ് 9995. ഇനി ഇൻ കേസ് ഇവിടെ നോട്ട് തന്നിട്ടില്ല, ഡിവിസിബിൾ ബൈ 10 ആവാം എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അവർ ആൻസർ ഈസ് ഏതായിരിക്കും? 9990. ഓക്കെ ആയോ? സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? റിമൈൻഡർ എന്നുള്ള കേസിൽ കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി പോസിബിൾ റിമൈൻഡർ വെൻ എ നമ്പർ ഡിവൈഡഡ് ബൈ? ഇതൊരു നമ്പർ ഏതൊക്കെ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? ഇതൊരു നമ്പറിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് ഏതൊക്കെ വരും? ഏത് നമ്പേഴ്സിനൊക്കെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പോസിബിൾ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം 0യും 1ഉം. ഈ ഡിവൈസറിനേക്കാൾ ലെസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് എന്തായിട്ട് വരിക? റിമൈൻഡർ ആയിട്ട് വരിക. സോ അവർ ആൻസർ ഈസ് 0, 1. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇതേപോലെ 4നേക്കാൾ ലെസ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0, 1, 2. ഇനി 5ന്റെ കേസ് നോക്കുമ്പോൾ 0, 1 എപ്പോഴും 0 തന്നെ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് 5നേക്കാൾ ലെസ് ആയിട്ടുള്ള നമ്പേഴ്സ് വരെ എത്തിക്കാം അല്ലെ. 5 വരുമോ റിമൈൻഡർ ആയിട്ട്? ഇല്ല. 5/5 ചെയ്യുമ്പോൾ 5 is divisible by 5 ആണ്. റിമൈൻഡർ ഓൾസോ വീണ്ടും എവിടേക്ക് തന്നെ പോകും? 0. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, ഇനി 10ന്റെ കേസ് വരുമ്പോൾ 0, 1, 2, 3, 4, 5,
6 7 8 9 അല്ലേ? ആ 9 അവിടെ തന്നെ ഇരിക്കട്ടെ. 9. ഓക്കെ ആയോ? ഇത്രയും നമ്പർ തന്നെയാണ് വരിക. ഓക്കെ ആയോ? സെറ്റ് ആയിരുന്ന വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷെ ഇത് പോസിബിൾ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് എഴുതാനായിരുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ്സ് കനോട്ട് ബി റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 6? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡിവൈസറിനേക്കാൾ ഏത് നമ്പർ വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനേക്കാൾ ലീസ്റ്റ് ആയിട്ടുള്ള ലോവസ്റ്റ് ലെസ് ആയിട്ടുള്ള നമ്പറാണ് എന്ത് വരുള്ളൂ? റിമൈൻഡർ വരുള്ളൂ അല്ലെ? 6/6 ഒരിക്കലും വരില്ല. 6 ഡിവിസിബിൾ ബൈ 6 തന്നെയാണ്. സെയിം നമ്പർ ആ സെയിം നമ്പറിന്റെ ഡിവിസിബിൾ ആണ്. അപ്പൊ 0 വരുമോ എന്ന് നോക്കിയേ. 0 വരും. അപ്പൊ അത് 0 പോസിബിൾ ആണ്, 3 പോസിബിൾ ആണ്, 5 പോസിബിൾ ആണ്, 6 പോസിബിൾ അല്ല. അപ്പൊ അവർ ആൻസർ ഈസ് സി. കാരണം 6 ഈസ് ഡിവിസിബിൾ ബൈ 6 ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 5ന്റെ ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ 6 ഈസ് ഡിവിസിബിൾ ബൈ 6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ റിമൈൻഡർ വെൻ ദ ഡിവൈഡിങ് ബൈ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രേറ്റസ്റ്റ് റിമൈൻഡർ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 0 സ്റ്റാർട്ട് ചെയ്യുന്നു, 9ന്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ വരെ എത്തും അല്ലെ? അപ്പൊ അതേതാ വരിക? 8 അല്ലെ? 8 അല്ലെ? 0 ആണ് ലോവസ്റ്റ് ലീസ്റ്റ് നമ്പർ വേണമെങ്കിൽ പറയാം. ഓക്കെ, അടുത്തത് ലീസ്റ്റ് പോസിബിൾ റിമൈൻഡർ വെൻ ഡിവൈഡർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0 എന്നാണ്. 0 is also remainder of all numbers എന്ന് തന്നെ പറയാം. ഓക്കെ, വെൻ ഡിവൈഡഡ് ബൈ 4 the possible reminders are ഇത് 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിബിൾ റിമൈൻഡേഴ്സ് ഏതൊക്കെ വരും? 0 വരും, 1 വരും, 2 വരും, 3 വരും അല്ലെ? അപ്പൊ ഇന്ന് ഇത്ര മതി. ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ കണ്ടുവെച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഇത് മുതലാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. A+ നിങ്ങളെ എത്തിക്കുകയാണ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.